നമസ്കാരം. ഇന്ത്യൻ സംഗീത ലോകത്തെ നിത്യവിസ്മയമായ ആശാ ഭോസ്ലെയുടെ ജീവിതം ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ്. പ്രൊഫഷണൽ ജീവിതത്തിൽ പതിനായിരക്കണക്കിന് ഗാനങ്ങളിലൂടെ റെക്കോർഡുകൾ കുറിക്കുമ്പോഴും സ്വകാര്യ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെയും വേർപിരിയലുകളിലൂടെയുമാണ് അവർ കടന്നുപോയത്. സംഗീത ജീവിതം പോലെ തന്നെ സംഭവബഹുലമായിരുന്നു അവരുടെ സ്വകാര്യ ജീവിതവും. 16-ാം വയസ്സിൽ സഹോദരി ലതാ മങ്കേഷ്കറുടെ സെക്രട്ടറിയുമായി പ്രണയത്തിലായതും തുടർന്നുണ്ടായ കുടുംബ കലഹങ്ങളും ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ വിവാദങ്ങൾക്കൊപ്പം പ്രശസ്തിയിലേക്ക് വളർന്ന ആശ ഇന്ത്യൻ സംഗീതത്തെ വിസ്മയിപ്പിച്ച് അവർ മടങ്ങുകയാണ്. പിതാവിൻ്റെ അകാല മരണത്തെ തുടർന്ന് 14-ാം വയസ്സിൽ തന്നെ ലതാ മങ്കേഷ്കർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഇളയ സഹോദരിയായ ആശയിൽ നിന്നും അതേ പക്വത ലത പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആശയുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു. നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വഴങ്ങാൻ മടിച്ച ആശ തൻ്റെ 16-ാം വയസ്സിൽ ഗണപത് റാവു ഭോസ്ലെയുമായി പ്രണയത്തിലായി. ലതാ മങ്കേഷ്കറുടെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്നു ഗണപത് റാവു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 31 വയസ്സായിരുന്നു. 15 വയസ്സിൻ്റെ പ്രായവ്യത്യാസമുള്ള ഈ ബന്ധത്തെ ലത ശക്തമായി എതിർത്തു. എന്നാൽ എതിർപ്പുകളെ അവഗണിച്ച് ആശ അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തോടെ ലതയും കുടുംബവും ആശയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു. ഏറെക്കാലം സഹോദരിമാർ തമ്മിൽ സംസാരമില്ലായിരുന്നു. ഗണപത് റാവുമായിട്ടുള്ള ബന്ധത്തിൽ ആശയ്ക്ക് 3 കുട്ടികൾ ജനിച്ചെങ്കിലും ആ ദാമ്പത്യം കൈപ്പേറിയ അനുഭവങ്ങളിലാണ് അവസാനിച്ചത്. തുടർന്ന് അവർ ആ ബന്ധം വേർപിരിഞ്ഞു. ഗണപത് റാവുമായിട്ടുള്ള വേർപിരിയലിന് ശേഷമാണ് ആശയുടെ ജീവിതത്തിലേക്ക് സംഗീത സംവിധായകൻ R.D. ബർമൻ കടന്നു വരുന്നത്. സംഗീതത്തോടുള്ള താല്പര്യമാണ് ഇവരെ അടുപ്പിച്ചത്. R.D. ബർമനേക്കാൾ 6 വയസ്സ് കൂടുതലായിരുന്നു ആശയ്ക്ക്. ബർമൻ്റെ അമ്മയ്ക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നുവെങ്കിലും 1980-ൽ അവർ വിവാഹിതരായി. എങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ബന്ധത്തിലും വിള്ളലുകളുണ്ടായി. എങ്കിലും മാനസികമായി അവർ എന്നും അടുത്തു തന്നെ കഴിഞ്ഞു. ശനിയാഴ്ചയാണ് ആശ്രയ ഭോസ്ലെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ ഹൃദയാഘാതത്തെ അവർ അതിജീവിച്ചില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്ന ഖ്യാതിക്കിടയിലും കടുത്ത ദാരിദ്ര്യവും കുടുംബ കലഹങ്ങളും മക്കളുടെ വേർപാടും അവരെ നിരന്തരം വേട്ടയാടിയിരുന്നു. 1933-ൽ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ആശയുടെ ജനനം. പിതാവ് ദീനാനാഥ് മങ്കേഷ്കറുടെ അകാല മരണം ആ കുടുംബത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതോടെയാണ് ആശയും സഹോദരി ലതയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപജീവനത്തിനായി പാടിത്തുടങ്ങിയത്. തൻ്റെ 16-ാം വയസ്സിൽ കുടുംബത്തിൻ്റെ എതിർപ്പ് അവഗണിച്ച് വിവാഹം കഴിച്ചതാണ് ആശയുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത്. ഭർത്താവിൻ്റെ ക്രൂരമായ പെരുമാറ്റം അവരെ മാനസികമായും ശാരീരികമായും തളർത്തി. പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഒരു തവണ ഗർഭാവസ്ഥയിൽ അവർ ആത്മഹത്യയ്ക്ക് പോലും ശ്രമിച്ചു. ഒടുവിൽ 1960-ൽ ആ ബന്ധം ഉപേക്ഷിക്കുമ്പോൾ 3 മക്കളുമായി തെരുവിലായ അവസ്ഥയിലായിരുന്നു അവർ. പിന്നീട് സംഗീത സംവിധായകൻ R.D. ബർമനെ വിവാഹം കഴിച്ചെങ്കിലും അവിടെയും ഏകാന്തത അവരെ പിന്തുടർന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം മക്കളുടെ വിയോഗമായിരുന്നു. മകൾ വർഷ 2012-ൽ ആത്മഹത്യ ചെയ്തു. മൂത്ത മകൻ ഹേമന്ത് 2015-ൽ ക്യാൻസർ ബാധിച്ച് മരിച്ചതും ആശയെ തളർത്തി. അതിൻ്റെ ആഘാതം മാറും മുൻപേ സ്വന്തം കൺമുന്നിൽ 2 മക്കളുടെ മരണം കാണേണ്ടി വന്നത് അവരെ മാനസികമായി തകർത്തെങ്കിലും സംഗീതത്തെ അവർ മുറുകെ പിടിച്ചു. തൻ്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച ആ കരുത്തുറ്റ ശബ്ദം ഇനി ഓർമ്മകളിൽ മാത്രം. ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. OP നയ്യാറുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവാ ഹുസൂർ തുംകോ, R.D. ബർമനോടൊപ്പമുള്ള ചുരാ ലിയാ ഹേ തുംനോ ജോ ദിൽ ഖോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. പിയാ തോ അബ് തോ ആജാ, യേ മേരാ ദിൽ തുടങ്ങിയ ഗാനങ്ങളിലൂടെ അവർ ഹിന്ദി സിനിമാ രംഗത്ത് ഒരു വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത്. 1990കളിലും 2000-ൻ്റെ തുടക്കത്തിലും AR റഹ്മാനുമായിട്ടുള്ള സഹകരണത്തിലൂടെ തൻഹ തൻഹ, രംഗീല റേ തുടങ്ങിയ ഐക്കണിക് ഗാനങ്ങൾ അവർ സമ്മാനിച്ചു. കബി തോ നാസർ, മിലാവോ പോലുള്ള ഇൻഡി പോപ്പ് ഗാനങ്ങളിലൂടെ പുതിയ തലമുറയുടെയും പ്രിയങ്കരിയായി മാറാൻ അവർക്ക് സാധിച്ചു. ഇന്ത്യൻ സംഗീതത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് നിരവധി പുരസ്കാരങ്ങളും ആശാ ഭോസ്ലെ തേടിയെത്തിയിട്ടുണ്ട്. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും 2008-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം അവരെ ആദരിച്ചു. കൂടാതെ ഉംറാവോ ജാൻ, ഇജാസത്ത് എന്നീ ചിത്രങ്ങളിലെ മികച്ച ആലാപനത്തിന് 2 തവണ ദേശീയ ചലച്ചിത്ര അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്.